ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആണ്. ഞങ്ങളൊരു ചെറിയ യാത്ര പോയിട്ട് വന്നപ്പോഴേക്കും 1 കിലോ നിലക്കടല വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കടല ചായ കുടിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. പുറന്തോടുകൂടിയ നിലക്കടലയാണ്. അത്യാവശ്യം ചെളിയും മണ്ണൊക്കെ പുറത്തുണ്ട്. അപ്പോൾ ഈ ചെളിയും മണ്ണൊക്കെ നന്നായിട്ട് കഴുകി ആദ്യം വൃത്തിയാക്കിയിട്ട് വരാം. പാത്രത്തിലേക്ക് നിലക്കടല എല്ലാം തട്ടിക്കഴിഞ്ഞ് അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 3-4 തവണയെങ്കിലും വാഷ് ചെയ്യേണ്ടി വരും. അത്രയ്ക്കും അത്യാവശ്യം ചെളിയും മണ്ണൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ കുറേ തവണ കഴുകിയെടുത്ത് കഴുകുന്ന ടൈമിൽ ചീത്തയായി ഇതിൽ കിടക്കുന്ന നിലക്കടലയും കല്ലുണ്ടെങ്കിൽ അതും എല്ലാം നമുക്ക് മാറ്റി കളയാനായിട്ട് പറ്റും. നിലക്കടല നമുക്ക് എല്ലാവർക്കും അറിയാലോ, നല്ല ഗുണമുള്ള സാധനമാണ്. ഒരുപാട് പ്രോട്ടീനും കുട്ടികൾക്കൊക്കെ നല്ല ഒരു കഴിക്കാൻ പറ്റുന്ന അതും അവർക്ക് ഇഷ്ടപ്പെടുന്നതുമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരിതാണ്. ചായ കുടിക്കുന്ന ടൈമിൽ ചായക്ക് കൂടെ കഴിക്കാനും ആവും, ഒപ്പം നല്ല പ്രോട്ടീനും ആണല്ലോ. കുറച്ച് ഉപ്പൂടായിട്ട് പാത്രം നന്നായിട്ട് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്കും ഇത് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ആവി പറക്കുന്ന നിലക്കടല ഇവിടെ പുഴുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു പരിപാടിയുണ്ട്. ഈ തോടിൽ നിന്ന് നമുക്ക് നിലക്കടല പുറത്തെടുക്കണം. കൊച്ചു കുട്ടികൾ ഇവിടെ കഴിക്കാനുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും തോട് എല്ലാം പുറത്തെടുത്തതിന് ശേഷമേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ എല്ലാ കടലയും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം തന്നെ ഏകദേശം കുറേയൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല മസാലയൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ഡിഷായിട്ട് എടുക്കാം. അതിലേക്കായിട്ട് പകുതി സലാഡ് വെള്ളരി, പകുതി ക്യാരറ്റ്, ഒരു ചെറിയ തക്കാളി, പകുതി സവാള അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിനി കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ലേശം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി. നെക്സ്റ്റ് ടൈം കടല വാങ്ങുമ്പോൾ ഇങ്ങനെ കൂടെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ. ബൈ.